ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ദേ ഇന്ന് നോമ്പ് വന്നിട്ട് 5 ആയില്ലേ. എത്ര പെട്ടെന്നാ നോമ്പ് പോണത്. അതല്ലെങ്കിലും അങ്ങനെയാണേ. നോമ്പ് തുടങ്ങുന്നത് കാണാം, അതേപോലെ തന്നെ നോമ്പ് കഴിയണതും കാണാം. പെട്ടെന്നാണ് നോമ്പ് പോവുക. അപ്പോൾ ഇന്നത്തെ അത്താഴത്തിന് എനിക്ക് നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഇന്നലത്തെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ ഉമ്മ അത്താഴത്തിന് വിളിച്ച സമയത്തൊന്നും ഞാൻ എണീച്ചില്ല കേട്ടോ. കുറേ നേരം കഴിഞ്ഞിട്ടാണ് എണീറ്റത്. ഒരു 5:15 ആയപ്പോഴാണ് എണീറ്റത്. പിന്നെ വേഗം പോയിട്ട് ചോറെടുത്തു. നെയ്ച്ചോറായിരുന്നേ. നെയ്ച്ചോറ് എടുത്തിട്ട് അതിൽ കുറച്ച് കറിയും പറഞ്ഞ് വേഗം മേശമേൽ വന്ന് കുത്തിരുന്ന് വേഗം ഞാൻ തട്ടി മാറുകയാണ് കേട്ടോ. കാരണം അത്താഴത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് നോമ്പെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളൊരു പരിപാടിക്ക് നിന്നില്ല കേട്ടോ. ഈ വെള്ളം കുടിച്ച് നോമ്പെടുക്കലൊന്നും എന്നെക്കൊണ്ട് പറ്റാത്ത പണിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം സമയം നോക്കി നോക്കി കഴിക്കുകയാണ് കേട്ടോ. വേഗം വേഗം ഞാൻ ചോറെടുത്തിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും ഉമ്മ എനിക്ക് കുറച്ച് കട്ടൻ ചായയും കൊണ്ട് തന്ന്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കുറച്ച് നേരത്തെ എണീച്ചൂടെ, കുറച്ച് നേരത്തെ എണീച്ചൂടെ. ഒരൊറ്റ ദിവസമാണ് കേസ് നേരം വൈകിപ്പോയത്. അതിങ്ങനെ ക്ഷീണമായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ വേഗം ഭക്ഷണം കഴിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതാ നോമ്പ് തുറൻ്റെ ഉന്നക്കായും പലഹാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ആ ഉന്നക്കായൊക്കെ എടുത്തിട്ട് അതും കുറച്ച് കഴിച്ചു. ഭാഗ്യം കൊണ്ട് എനിക്കിതൊക്കെ കഴിക്കാനുള്ള സമയം കിട്ടി. ഞാൻ വേഗം വേഗം കഴിച്ചു. ബാങ്ക് കൊടുക്കണ വരെ കഴിക്കാമല്ലോ എന്ന് ആ സത്യത്തിൽ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് ഉന്നക്കായ കഴിച്ചു. ഉന്നക്കായ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചങ്കിലൊക്കെ കെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ച് ഇതാണ് കേട്ടോ നമ്മളെ പലഹാരം. ബാക്കി വന്ന പലഹാരമാണ് ഇത്. അതിന് മാത്രമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് നമ്മൾ അത്താഴത്തിനും കഴിക്കാം. പിന്നെ ഇനിയിപ്പോൾ അതിൽ കുറച്ചുകൂടി ബാക്കി ഉണ്ടെങ്കിൽ നോമ്പ് തുറക്കുമ്പോഴും ചൂടാക്കിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അത് കഴിച്ചു. ഉന്നക്കായ കഴിക്കുന്ന സമയത്ത് എനിക്ക് ഈ കിസ്മിസ് തീരെ ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇഷ്ടമില്ലാത്തവരും കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞപ്പോൾ ഒരു സമൂസയും കൂടി എടുത്ത് കഴിച്ചു. സമയം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിശപ്പായിരിക്കും, ക്ഷീണമായിരിക്കും. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ച് പിന്നെ കുറേ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ ഒരു ജഗ്ഗിൽ ജഗ്ഗല്ല, ഒരു വലിയ കൈപ്പാട്ട, ഞങ്ങളിവിടെ കൈപ്പാട്ട എന്ന് കേട്ടോ പറയാം. ആ കൈപ്പാട്ടയിൽ നിറച്ചും വെള്ളം എടുത്തിട്ട് അത് ഞാനിങ്ങനെയൊക്കെ കുടിച്ച് തീർത്തു. എന്താ പറയുക, സമയമില്ല, അതുകൊണ്ട് നമുക്ക് വേഗം കുടിച്ച് തീർക്കണം എന്നുള്ളത് എനിക്കറിയാം. അപ്പം ഞാനത് ഇങ്ങനെ വേഗം വേഗം കുടിച്ച് തീർത്തു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ സമൂസ എങ്ങനെയൊക്കെ ഞാൻ ചവച്ചരച്ചിട്ട് കഴിക്കലുമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ നമ്മളെ ബാക്കിയുള്ള പലഹാരങ്ങൾ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് കൂടുതൽ ഉന്നക്കായ ആയിട്ടുള്ളത്. ഉന്നക്കായ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങ് തീർന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. പിന്നെ അതാ കുറച്ച് പുഴുങ്ങലുണ്ടയും ഒരു 3 കട്ട്ലേറ്റ് സമൂസയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജ് കയറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. നാളെയല്ല, നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കുറച്ചുകൂടി ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഇടുകയാണ്. അപ്പോൾ ഞാൻ ഉമ്മനോട് ചോദിക്കുന്നുണ്ട്, എരിവും മധുരവും കൂടി ഒരുമിച്ചിടട്ടെ, കുഴപ്പമില്ലല്ലോ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞില്ല, കുഴപ്പമില്ല, നീ അത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചോന്ന്. അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. നോമ്പായി കഴിയുമ്പോൾ ഫ്രിഡ്ജ് ഫുള്ളാണ് ഗൈസ്. ഇന്നലത്തതും മിനിഞ്ഞാന്നത്തതും അതിൻ്റെ തലേന്നത്തതും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഫുള്ളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്ഥലം ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ ഉമ്മ. അങ്ങനെ എങ്ങനെയൊക്കെയോ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ പലഹാരമൊക്കെ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചിട്ട് ഞാനങ്ങ് വെച്ചു കേട്ടോ. എങ്ങനെയൊക്കെയോ വെച്ചു. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വത്തക്കയും അതേപോലെ ഫ്രൂട്ട്സും പിന്നെ അതേപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളും പിന്നെ ബാക്കി നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് ബാക്കി വരുമ്പോൾ അതൊക്കെ എടുത്തിട്ട് അതിലേക്ക് വെക്കും, പിറ്റേന്നത്തേക്ക് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ അതിലുണ്ടാവും, ഫ്രിഡ്ജിലുണ്ടാവും. അങ്ങനെ ഞാൻ സ്ഥലം ഉണ്ടാക്കിയിട്ട് ഞാൻ വെച്ചു. ഞാനതാണ് പറയാൻ വന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് സെറ്റാക്കി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ആ പാത്രം കൂടി കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. ഒരു ഒരു വല്ലാത്തൊരു ക്ഷീണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ച് അത് കഴിഞ്ഞപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒന്നുമില്ല ഗൈസ്, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരം വൈകിട്ടാണ് എണീച്ചത്. അതുകൊണ്ട് കുറച്ച് നല്ല നേരം വൈകിപ്പോയി. ഇത്ര നേരം വൈകലില്ല. സാധാരണ ഞാനൊരു 4:45 എണീച്ചാൽ തന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈം ഇഷ്ടം പോലെയാണ്. പിന്നെ വെള്ളം കുടിച്ചിട്ടാണെങ്കിൽ പള്ളം നിറഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാനും ഉമ്മയും ജമാഅത്തായിട്ട് നിസ്കരിച്ചു. പിന്നെ ഞാൻ പോയി കുറച്ച് കിടന്നൊക്കെ ഉറങ്ങി. രാവിലെ ആയപ്പോൾ അതിനേക്കാളും വലിയ ക്ഷീണമാണ് കേട്ടോ. സോറി, രാവിലെ അല്ല കേട്ടോ, ഉച്ചയായിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം വൈകിട്ടാട്ടോ എണീച്ചത്. അങ്ങനെ ഇതാ സിദാൻ ഉണ്ട് എൻ്റെ അടുത്ത്. ഇങ്ങനെ സിദാൻ്റെ കൂടെ കുറേ കളിച്ച് ഓനെ വെറുപ്പിച്ച് ഓൻ്റെ കൈമേൽ അങ്ങോട്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഓൻ്റെ ബാക്കിൽ ഒന്ന് ഒളിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട്, ഇത്താത്ത ഇത് ഇത്താത്തൻ്റെ മക്കളാണോ, ഇത്താത്തൻ്റെ മക്കളാണോ. നമ്മളെ
പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ മക്കൾ തന്നെയാണ്, പക്ഷെ എൻ്റെ ഇത്താത്തയാണ് പ്രസവിച്ചതെന്നേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഇത് മേമൻ്റെ മക്കളാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പണി തുടങ്ങാൻ വേണ്ടി പോവാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും ചെറിയ രീതിയിൽ ഒരു വയറിന് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്താ പറയുക, വയറിളക്കം, അതേപോലെ വയറുവേദനയൊക്കെ ആയിട്ട് നമ്മളെ ഫുഡിൻ്റെ ഇത്രയും കാലം കഴിച്ച പോലെ അല്ലല്ലോ. നോമ്പാകുമ്പോൾ നമ്മൾ ഫുഡിൻ്റെ ആ ഒരു ടൈമൊക്കെ തെറ്റാണല്ലോ, അതുകൊണ്ടായിരിക്കാം എന്താണെന്നറിയില്ല. അപ്പോൾ എന്താ പറയുക, ഇന്ന് ഞാനാണ് അടുക്കളയിലേക്ക് ഫസ്റ്റ് ഇറങ്ങിയത് കേട്ടോ. അപ്പം അങ്ങനെ എനിക്കും അത്യാവശ്യം വയറിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ സിതാനും കൂടി വന്നിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ, കുറച്ച് പലഹാരം ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ മുട്ട മറിക്കാം, അതേപോലെ തന്നെ ഉള്ളിവട ഉണ്ടാക്കാം, പൊക്കുവട എന്നൊക്കെ പറയൂ കേട്ടോ, അതുകൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ജ്യൂസ്, പിന്നെ ഇവിടെ ഉസ്മാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മുട്ട ഒരു 5 എണ്ണം പൊട്ടിച്ച് മുട്ട മറിക്കാൻ വേണ്ടിയിട്ട് ജാറിലിട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഏലക്കായും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ് കേട്ടോ. സിതാന ഞാൻ ഇവിടെ വെച്ചു എന്നേ ഉള്ളൂ. സിതാന ഞാൻ അകത്തേക്ക് ആക്കൂട്ടോ, കാരണം ഇവനെ ഇവിടെ വെച്ചിട്ട് പണിയൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ ഓനൊരു നാരങ്ങയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ ഓൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പറഞ്ഞേൽപ്പിച്ചിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ജഗപുക പണി തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് നോമ്പ് 5 ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരുന്നു. ഈ പണിയെടുക്കുമ്പോഴൊക്കെ ക്ഷീണാവുന്നു എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അത്രയും ക്ഷീണമായിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല കേസ്. അങ്ങനെ അപ്പോൾ നമ്മൾ പൊക്കുവട, ഉള്ളിവടക്കുള്ള കുറച്ച് ഉള്ളി, ഒരു 3 ഉള്ളി എടുത്തിട്ട് അതും അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അരിഞ്ഞ് നമ്മൾ ആ ഉള്ളിവടൻ്റെ കൂട്ടുണ്ടാക്കി കുഴച്ച് ഉള്ളിവടക്കുള്ള പാകത്തിനാക്കി വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നാരങ്ങ വെള്ളം കൂടി കലക്കിയിട്ട് വേഗം ഫ്രിഡ്ജിലേക്ക് കയറ്റി. അങ്ങനെ ആകുമ്പോൾ വേഗം തണുത്ത് കിട്ടുമല്ലോ. മറ്റേത് നോമ്പ് തുറക്കാൻ നേരത്ത് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് അതിന് തണുപ്പുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ആദ്യം തന്നെ അതങ്ങോട്ട് ചെയ്തിട്ട് അതിലേക്ക് വെക്കും കേട്ടോ, ഫ്രിഡ്ജിലേക്ക്. പിന്നെ ഇതാ നമ്മളെ ഉള്ളിവട, പൊക്കുവട, അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പൊക്കുവടക്ക് പറ്റിയിട്ടുള്ളൊരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഉസ്മാൻക്ക് ഈ ചട്നി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പുതിനയില, അതിനേക്കാളും കൂടുതൽ മല്ലിയില, കുറച്ച് ഇഞ്ചി, അതിൻ്റെ കഷ്ണം മുറിച്ച് വെച്ചത്, ഒരു 2 വെളുത്തുള്ളി, അതേപോലെ തന്നെ 2 അല്ലി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം വലിയ ഉള്ളി, പിന്നെ 2 പച്ചമുളക്, ഒരു പകുതി നാരങ്ങ, കുറച്ച് നല്ല ജീരകം, പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, അതിൽ കൂടുതലും പഞ്ചസാര. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഇതും കൂട്ടിയിട്ട് സമൂസ കഴിക്കാം, പൊക്കുവട കഴിക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അത് അരച്ച് വെച്ച് പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒരു 3 സ്പൂണ് തൈര് ഒഴിച്ചിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ അരച്ച ഈ മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ആക്കി കൊടുത്തിട്ട് അതും ഒന്ന് മിക്സ് ചെയ്യാം മൊത്തത്തിൽ. ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, സിമ്പിളായിട്ടുള്ള ചെറിയൊരു എന്താ പറയുക ചട്നിയാണ്, മിൻറ്റ് ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളുന്നില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്, ഉസ്മാനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ അത് ഉണ്ടാക്കി സെറ്റാക്കി. പിന്നെ അത് ഉമ്മ ഇവിടെ പത്തിരി ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ മുട്ട മറിച്ചത്, ഇതിൽ മുട്ട കുറവായതുകൊണ്ടാണ് ഇതിങ്ങനെ ആയതെന്നാണ് ഉമ്മ പറഞ്ഞത്. ഞാൻ എപ്പം മുട്ട മറിച്ചാലും ഇതിങ്ങനെ കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്, മുട്ട മറിച്ചത് മുട്ട കൂട്ടിയിടണം എന്നാലാണ് റെഡി ആവാന്ന്. അങ്ങനെ അത് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6:05 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് എല്ലാം കുറച്ച് കേട്ടോ, കാരണം ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ആരും കഴിക്കില്ല, വെറുതെയാണ് കേസ്. അങ്ങനെ ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു, ആ പൈനാപ്പിളിൻ്റെ മൂടെടുത്ത് മാറ്റി ഉമ്മ പറഞ്ഞ് അത് കുഴിച്ചിടണമെന്ന്, പൈനാപ്പിൾ കൃഷി നടത്താനാണ് കേസ്. ഓക്കെ, അങ്ങനെ പൈനാപ്പിളിൻ്റെ ഒരു പകുതി, ചെറിയൊരു പകുതി മാത്രം ഇപ്പത്തേക്ക് എടുത്തിട്ട് ബാക്കി പകുതി ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ട് അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് തുറൻ്റെ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് അൽഹംദുലില്ലാ റാഹത്തായിട്ട് എല്ലാവരും ഇരുന്ന് നോമ്പൊക്കെ തുറന്നു കേട്ടോ. പിന്നെ നമ്മളെ പലഹാരം നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങോട്ടേക്ക് എടുത്തില്ല. കാരണം ഉസ്മാനും ചാച്ചുവിനും ഒന്നും നമ്മളത് കൊടുത്തില്ല. കാരണം എന്താ പറയുക, അത് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവർക്ക് ഫ്രഷ് സാധനം കൊടുത്ത് നമ്മൾ ഇന്നലത്തെ സാധനമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്കും ഉമ്മാക്കും ഇത്താത്തക്കൊക്കെ കഴിക്കാൻ, ഉപ്പാക്കും അതേപോലെ ഉസ്മാനിക്കും അതേപോലെ തന്നെ ചാച്ചുവിനും കഴിക്കാൻ ഫ്രഷ് സാധനം കൊടുത്തു. പിന്നെ മാംഗോ ജ്യൂസ് അടിച്ചിട്ടുണ്ട്, മാംഗോ ഷേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എന്നോട് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ നോമ്പ് 30 വീഡിയോസ് എടുക്കണം എന്നാണ് ഇൻഷാ അള്ളാ എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും നടക്കുമായിരിക്കും എന്ന് വിചാരിക്കുക. അങ്ങനെ പിന്നെ ദാ നമ്മളെ സോസും കൂട്ടിയിട്ട് ഞാൻ ആ ഉള്ളിവട കഴിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേസ്, നല്ലൊരു സുഖം, ഒരു ആനന്ദം ഉണ്ടാവാനുണ്ട് കേട്ടോ. പിന്നെ നോമ്പൊക്കെ തുറന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉസ്മാൻ മലപ്പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അതാ ഉസ്മാൻ ഇറങ്ങുന്നതിന് മുന്നേ രണ്ടാൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇറങ്ങുമ്പോഴത്തേക്ക് ആപ്പാൻ്റെ മക്കൾ കൂടെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഭയങ്കര കാര്യമാണ് ആപ്പനെ, എന്നെക്കാളും കാര്യമാണ് ആപ്പനെ. മേമയില്ലെങ്കിലും ആപ്പ ഉണ്ടായാൽ മതി എന്നാണ് ഇവർക്ക്. ആ ആണ്, സത്യമാണ്. അപ്പോഴത്തേക്ക് ഒരാൾ ഇവിടെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് ആപ്പൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. മറ്റാളാണെങ്കിൽ ആപ്പൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അപ്പാ പോലെ 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 എന്ന് പറഞ്ഞിട്ട് അപ്പൻ്റെ അടുത്ത് പോയിട്ട് കരയാണ് കേട്ടോ. അപ്പോൾ അപ്പം മലപ്പുറത്തേക്കല്ല, അത് അവിടെ കടൽപ്പിടി പോയിട്ട് വരാം, ഈ ബാഗ് അവിടെ കൊടുത്തിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് പോവാണ് കേട്ടോ. പിന്നെ ജിത്താൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനാണെങ്കിൽ പർദ്ദ ഇട്ടിട്ട് പുറത്തേക്ക് വന്നാൽ ഓൻ എൻ്റെ കൂടെ വരും. പർദ്ദ എന്താ പറയുക, പർദ്ദ ഇട്ടാൽ ഓനിക്ക് അറിയാം എവിടെ പോവാണെന്നുള്ളത്. അപ്പോൾ ഓന് നമ്മളെ കൂടെ തന്നെ ഇങ്ങനെ പറ്റി ഉമ്മ 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 എന്ന് വിളിച്ചിട്ട് വരും കേട്ടോ. അതേപോലെ ആപ്പ പോവാന്ന് മനസ്സിലായപ്പോൾ ആപ്പൻ്റെ അടുത്തേക്കും പോകുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞ് ആപ്പൻ്റെ വീട്ടിലേക്ക് പോയി. അയാനോട് ഞാൻ പറഞ്ഞ ആപ്പ കാട്ടിലിപ്പടി പോയതാ ഇപ്പോൾ വരുമെന്ന്. അതുകൊണ്ട് അയാൻ കരഞ്ഞൊന്നുമില്ല കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരാം.